വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഉണ്ടാക്കുന്നത് വറുത്തരച്ച നാടൻ കടലക്കറിയാണ്. അതിനുവേണ്ടി ഞാൻ 1/4 കിലോ കടല കഴുകി ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവോള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കടല മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 വിസിൽ വന്നാൽ ഓഫാക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. കടല വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തേങ്ങയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയൊക്കെ വറവായി വരുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 6 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കടലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവിൻ്റെ തിക്നെസ് എങ്ങനെ വേണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 5 ചുവന്നുള്ളി അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വറുത്തരച്ച നാടൻ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.